മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പറയുന്ന ഒരു വരിയുണ്ട്: നമ്മളില്ലെങ്കിലും ഈ ലോകമുണ്ട്, പക്ഷെ ഈ ലോകമില്ലെങ്കിൽ നമ്മളില്ല. സത്യം, ഞാനില്ലെങ്കിലും ഈ ലോകത്തിലെല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ നടക്കും. പക്ഷെ ഈ ലോകമില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഞാൻ പറയാറുണ്ട്, ഐ എന്നുള്ള വാക്ക്, അക്ഷരം, ഞാൻ എന്ന് സൂചിപ്പിക്കുന്ന ഐ ഒരക്ഷരമേ ഉള്ളൂ. WE രണ്ടക്ഷരമുണ്ട്. യു എന്നുള്ളതിൽ 3 അക്ഷരമുണ്ട്. ദേ എന്നുള്ളതിൽ 4 അക്ഷരമുണ്ട്. ഗ്രൂപ്പ് എന്നുള്ളതിൽ 5 അക്ഷരമുണ്ട്. ഐ എന്നുള്ളതിൽ മാത്രം ഞാൻ. അതൊരു സെന്റൻസിൽ എവിടെ എഴുതുകയാണെങ്കിലും ക്യാപിറ്റൽ അക്ഷരത്തിൽ എഴുതണം. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പക്ഷെ ഇന്നെവിറ്റബിൾ അല്ല. അതില്ലെങ്കിൽ ഈ ലോകം ഇടിഞ്ഞു വീഴുമൊന്നുമില്ല. എത്രയോ വാക്കുകൾ എടുത്തു നോക്കിയാൽ ഐ ഉള്ള വാക്കുകൾ ഉണ്ടെങ്കിലും വളരെ കൂടുതലൊന്നുമില്ല. അപ്പോ ഐ എന്നുള്ള ഞാൻ ഇല്ലെങ്കിലും വി ഉണ്ട്, യു ഉണ്ട്, ദേ ഉണ്ട്, ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പില്ലെങ്കിൽ, യു ഇല്ലെങ്കിൽ, വി ഇല്ലെങ്കിൽ ഐ ഇല്ല. വിക്കകത്തെ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ. യു എന്ന് പറയണമെങ്കിൽ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ. വേറൊരാൾക്കും വേറൊരാളെ യു എന്ന് പറയാം, ഞാനില്ലെങ്കിലും. ദേ എന്ന് പറയുന്നതിൽ ഞാൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഗ്രൂപ്പ് എന്നുള്ളതിൽ ഞാൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാനില്ലെങ്കിലും ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ലോകത്തില് ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഞാൻ കൽപ്പിക്കുന്ന അമിത പ്രാധാന്യം നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാൻ സാധിച്ചാൽ, നമ്മളുടെ ഭാര്യയുമായിട്ട്, അമ്മയുമായിട്ട്, അച്ഛനുമായിട്ട്, മക്കളുമായിട്ട്, സഹോദരി സഹോദരന്മാരുമായിട്ട്, നമ്മളുടെ സംഘടനയുമായിട്ട്, നമ്മളുടെ പൗരാവലിയുമായിട്ടെല്ലാം ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധത്തിൽ ഞാൻ ഇടയ്ക്ക് കുറേ കാലം ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. ആ ബന്ധങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ മറ്റു വ്യക്തികൾ, ബന്ധങ്ങളിലുള്ള വ്യക്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് വളരെയധികം യാത്രയ്ക്ക് പോയാൽ മറ്റു ചിലർ പറയുന്ന കേൾക്കാം, കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അത്രയേ ഉള്ളൂ, തോന്നുന്നു അല്ലേ? നിങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരാളും ഇപ്പോൾ പറയാറില്ല. പണ്ടും അങ്ങനെയൊന്നും പറയാറില്ല, ചിലർ ധരിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്ക് നമുക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലെ പലരും ആവശ്യം വരുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, നമുക്ക് ഏതിൻ്റെങ്കിലും കുറവ് വന്നാൽ, നമുക്കൊരു ക്രൈസിസ് വന്നാൽ, നമ്മുടെ മക്കൾക്കൊരു ക്രൈസിസ് വന്നാൽ, നമ്മുടെ വീട്ടിനകത്തൊരു ക്രൈസിസ് വന്നാൽ, നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു ക്രൈസിസ് വന്നാൽ, യാത്രാവേളയിൽ ഒരു ക്രൈസിസ് വന്നാൽ, നമ്മുടെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതൊക്കെ മറ്റുള്ളവരാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നിൽക്കണം എന്നുള്ളത് ധന്യമായ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും. പക്ഷെ നമ്മളില്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കും. അപ്പോ ഞാൻ എന്ന വ്യക്തിക്ക് പ്രാധാന്യം പരിധിക്കപ്പുറം ഞാൻ തന്നെ കൊടുത്താൽ ഞാൻ ഏതോ ഒരു മായാലോകത്തിലാണ് എന്ന് ചിലപ്പോൾ ഞാൻ തന്നെ തിരിച്ചറിയേണ്ടി വരും. ഞാനില്ലെങ്കിലും ഈ ലോകം ധന്യമായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഉണ്ടാവേണ്ട എന്നർത്ഥമില്ല. എനിക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് ഞാൻ അതിനെ എന്തൊക്കെയോ ആക്കി തീർക്കുന്നതിന് പകരം എല്ലാം ചേർത്ത് എല്ലാവരുമായിട്ട് നമ്മൾ നല്ലോണം കോംപ്ലിമെൻ്റ് ചെയ്ത്, കോപ്പറേറ്റ് ചെയ്ത്, കോഎക്സിസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ
തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന വരിയുടെ അർത്ഥം മനസ്സിലായി? നമുക്ക് ഒരുമിച്ച് നിലനിൽക്കുമ്പോഴാണ് അത് ആസ്വദിക്കാൻ സാധിക്കാം. സഹനാവവതു പ്ലൂരല്. സഹനൗ ഭുനക്തു കർമ്മബലം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. സഹോദര ബന്ധത്തിൽ ശ്രീരാമനോട് ഭരതൻ പറയുന്നൊരു വരിയുണ്ട്. അടുത്ത 14 വർഷം ഞാൻ ഈ രാഷ്ട്രം ഭരിക്കുമ്പോൾ അതിലെന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ 14 വർഷം ഈ രാഷ്ട്രം ഭരിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിലുണ്ടാകുന്ന ധന്യമായ നന്മകളെ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ഫെയിലിയർ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിനോട് ചേർത്ത് പറയേണ്ടായി. സതീഷ് ധവാനെ പോലെ ISROയുടെ പഴയ ചെയർമാൻ കാണിച്ചു കൊടുത്തൊരു വഴിയുണ്ട് അത്രേ. റോക്കറ്റും സാറ്റലൈറ്റും ലോഞ്ച് ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആയാൽ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചിങ്ങിന് ശേഷം ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നത് ആ ലോഞ്ചിങ് മുഴുവനും കോർഡിനേറ്റ് ചെയ്ത ആ ഡയറക്ടർ ആയിരിക്കും. സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചിങ്ങിന് പ്രവർത്തിച്ച വ്യക്തികളായിരിക്കും പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് അഭിമാനത്തോടു കൂടി വിജയിച്ച കാര്യങ്ങൾ വിവരിക്കാം. റോക്കറ്റ് ആയാലും സാറ്റലൈറ്റ് ആയാലും ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഫെയിലായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ചെയർമാനും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഏറ്റെടുത്ത് അവരായിരിക്കും പ്രസ് കോൺഫറൻസ് നടത്താം. അപ്പോൾ ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും സക്സസിൻ്റെ ഉത്തരവാദിത്വം അത് ചെയ്തവർക്ക് കൊടുക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കാം. നമ്മളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന സഹവീര്യം കരവാവഹൈ. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വേളയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന വേളയിൽ നമ്മൾ പറയാവുന്നത് സഹനൗ ഗുണത്തു. ആ കർമ്മബലം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്നു. വിജയത്തിൻ്റേത് വിജയിപ്പിച്ചവർക്കും പരാജയത്തിൻ്റേത് പരാജയത്തിലേക്ക് നയിച്ചവർക്കല്ല, നമുക്ക്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എത്രയോ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെന്ന വ്യക്തിക്ക് സാധിക്കും. അവിടെ എന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുറവുകളും തെറ്റുകളും പരിമിതികളും പ്രശ്നങ്ങളും സ്വയം ഏറ്റെടുക്കുകയും വിജയങ്ങളും നേട്ടങ്ങളും അതുപോലെ നന്മകളും മറ്റുള്ളവർക്ക് വാരി വിതറി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ എന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കുക. മഹാത്മാഗാന്ധിയെ ലോകം ആദരിക്കാൻ കാരണം എൻ്റെ പരിമിതികളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും എനിക്ക് നല്ലവണ്ണം അറിയാമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ് അവരെന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത് എന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. എൻ്റെ പരിമിതികളും എൻ്റെ കുറവുകളും ഞാൻ വ്യക്തമായിട്ട് അറിയുകയും ആ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഞാൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് തേജസ്വിനാവധീതമസ്തു തേജസ്വികളായിത്തീരുക. ഇപ്പം ഞാനില്ലാത്ത ഈ ലോകം നമുക്ക് എളുപ്പത്തിൽ ചിന്തിക്കാം. ലോകമില്ലാത്ത ഞാൻ ചിന്താതീതമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തിലേക്ക് പോയിട്ട് 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ വ്യക്തികൾ ഒരുപക്ഷെ ഓർക്കുക പോലും ചെയ്യില്ല. ഹൈദരാബാദിൽ ഞാനൊരു വർഷത്തോളം തനിച്ചേരി പ്രദേശത്താണ് 80 രൂപ വാടക കൊടുത്ത് ജീവിച്ചത്. തനിച്ചേരി പ്രദേശത്ത് വൃത്തികേടിൻ്റെ പരമകാഷ്ടം. ഇങ്ങനെ ചേരി പ്രദേശത്ത് ജീവിക്കാൻ സാധിച്ചു എന്ന അന്നത്തെ കാലത്തെ വേദന ഇന്നത്തെ കാലത്ത് വസ്തുതകൾ തിരിച്ചറിയാൻ എന്നെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10-20 വർഷം കഴിഞ്ഞ് ഞാൻ ആ ചേരി പ്രദേശത്തേക്ക് പോയപ്പോൾ അവിടെയുള്ളവരാരും എന്നെ തിരിച്ചറിഞ്ഞില്ല. അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അത് ഓടി വന്ന് ചാടി എൻ്റെ മേത്ത് എൻ്റെ എൻ്റെ 2 ചുമലിൽ അതിൻ്റെ കൈവച്ച് നിന്നപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ ആ പട്ടി മാത്രം എന്നെ ഓർത്തു, ബാക്കി ആരും എന്നെ ഓർത്തില്ല, എന്നെ കണ്ടുമില്ല, അവർക്കൊട്ട് എന്നെ മനസ്സിലായുമില്ല. അപ്പോൾ
ഞാൻ പോയത് കൊണ്ട് അവിടെ ഒരു ചുക്കും നടന്നില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, അവരെ ഓർക്കുക പോലും ചെയ്യണില്ല. പക്ഷെ അവരെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എന്നെ സഹായിച്ചവരുമായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ടായിരുന്നു ഞാൻ അവിടെ പോയത്. ഞാൻ ഇന്നും എല്ലാവരോടും പറയുന്നു, ഞാനില്ലാത്ത ലോകം വളരെ നാച്ചുറലാണ്, ലോകമില്ലാത്ത ഞാൻ അൺനാച്ചുറലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എത്രത്തോളം പേർക്ക് നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അത് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.